നമസ്തേ, ഞാൻ ഡോക്ടർ ഗായത്രി, മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്. നമുക്കറിയാം, പല കീമോതെറാപ്പി ഏജൻസും ആണുങ്ങൾക്കും അതുപോലെ തന്നെ സ്ത്രീകളുടെയും പ്രത്യുത്പാദന ശേഷിയെ ബാധിക്കാം, അതായത് ഫെർട്ടിലിറ്റിയെ ബാധിക്കാം. ഇതിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ക്യാൻസർ ഡയഗ്നോസ് ചെയ്താൽ ഉടനെ തന്നെ ഡോക്ടർ ഈ ഫെർട്ടിലിറ്റി പ്രിസർവേഷന്റെ ഓപ്ഷൻസ് പേഷ്യൻസുമായിട്ട് ഡിസ്കസ് ചെയ്യണം. അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്തമായ രീതിയിലാണ്. പുരുഷന്മാർക്ക് നമുക്ക് സെമൻ പ്രിസർവ് ചെയ്യാനായിട്ട് സാധിക്കും. സ്പേം അനാലിസിസ്, സെമൻ അനാലിസിസിന് ശേഷം സെമൻ ക്രയോ പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. എന്നാൽ സ്ത്രീകൾക്ക് അങ്ങനെയല്ല, കുറച്ചും കൂടെ സമയം എടുക്കുന്ന, കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയർ ആണ് ഈ ഫെർട്ടിലിറ്റി പ്രിസർവേഷന് വേണ്ടി ഉപയോഗമാകുന്നത്. അത് ഏത് തരത്തിലുള്ള ക്യാൻസർ ആണ്, എവിടെയാണ് ക്യാൻസർ ഉള്ളത്, എപ്പോഴാണ് കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ള പല പല കാര്യങ്ങളും നോക്കിയിട്ടാണ് ഏത് ഫെർട്ടിലിറ്റി പ്രിസർവേഷൻ ഓപ്ഷൻ എടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. അതൊരു ഫെർട്ടിലിറ്റി ക്ലിനിക്കിന്റെയും കൂടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത്. അപ്പം oocyte പ്രിസർവേഷൻ, അതായത് അണ്ടം പ്രിസർവ് ചെയ്ത് വെക്കാം, ഭ്രൂണം എംബ്രിയോനെ പ്രിസർവ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഓവേറിയൻ ടിഷ്യൂവിനെ തന്നെ പ്രിസർവ് ചെയ്ത് വെക്കാം. ഇങ്ങനെയെല്ലാമുള്ള പല പല ഓപ്ഷൻസ് ലഭ്യമാണ് ഫെർട്ടിലിറ്റി പ്രിസർവേഷന് വേണ്ടിയിട്ട്. മറ്റൊരു ഇഞ്ചക്ഷൻ ഉണ്ട്, ഹോർമോൺ ഇഞ്ചക്ഷൻ, GnRH അഗോണിസ്റ്റ് എന്ന് പറയും. ഇത് പലപ്പോഴും കീമോതെറാപ്പിയോടൊപ്പം എടുക്കാറുണ്ട്. പക്ഷെ ഇതൊരിക്കലും കീമോതെറാപ്പിക്ക് ശേഷം പ്രഗ്നൻസി റേറ്റ് കൂട്ടുന്നില്ല. പക്ഷെ അണ്ടാശയത്തിന്റെ ഫംഗ്ഷനെ നമുക്ക് കുറെയൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ തുറന്ന ഒരു ചർച്ച ആവശ്യമുണ്ട്. നമ്മൾ ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന് മുൻപായിട്ട് കുട്ടികൾ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫെർട്ടിലിറ്റി പ്രിസർവേഷനെ പറ്റി ഒരു തുറന്ന ചർച്ച ഓങ്കോളജിസ്റ്റുമായി ചെയ്യുക തന്നെ.